എൻ്റെ പേര് സുരജ. ഞാൻ അഴീക്കുന്ന ജോലിക്ക് വരുന്നത് കേരള ദിനേശ് വീടി കണ്ണൂരാണ്. കണ്ണൂർ പ്രൈമറിയിലാണ് പണിയെടുക്കുന്നത്. 40 വർഷമായി ജോലി ചെയ്യുന്നു. ഇപ്പം 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ റിട്ടയർഡായിട്ടും ഇവിടെ വേറെ തൊഴിലാളി ഇല്ലാത്തത് കൊണ്ട് ജോലിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യമേ ചെയ്തത് പുതിയതൊരു ചിറക്കൽ പ്രൈമറിയിലാണ് ജോലി ചെയ്തത്. ഒരു 10-20 കൊല്ലമായിട്ട് 5 പ്രൈമറി കൂടി ഒന്നായി. ചെർക്കല്, ചാലാട്, സിറ്റി, കക്കാട്, ഈ ടൗണും 5 പ്രൈമറിയാണ് ഇപ്പോൾ ഒന്നായത്. കണ്ണൂർ പ്രൈമറിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ കൂടി ഇപ്പോൾ അഴീക്കോടും കൂടി വന്നിട്ടുണ്ട്. കണ്ണൂർ പ്രൈമറിക്കാണ് ഈ ഒരു ബ്രാഞ്ച് ഇവിടെയുള്ളത്. പിന്നെ ഒരു ലേബൽ സെക്ഷൻ, പിന്നെ ഒരു ബ്രാഞ്ച് പുതിയൊരുണ്ട്. അതാണ് കണ്ണൂർ പ്രൈമറിയിൽ വരുന്നത്. പ്രൈമറിൻ്റെ മുകളിൽ വരുന്നില്ല നമ്മുടെ സെൻട്രൽ പയ്യാമ്പിലുള്ളത്. അവരാണല്ലോ എല്ലാം നമുക്കെല്ലാം സാധനം തരും. നമ്മൾ ഇത് ഉണ്ടാക്കിയത് തേച്ചോ അവിടെ കൊണ്ടുപോകേണ്ടത്. അവിടെ നിന്നാണ് അവർ വിതരണം ചെയ്യുക. ഗണേശനോട് മല്ലടിച്ചിട്ടാണ് നമ്മളത് ഇവിടെ നിലനിർത്തിയത്. ഗണേശ് വീടി വന്നേരം തൊഴിലാളികളെ ചൂഷണം ചെയ്തതിന് ശേഷമാണ് ഗവൺമെന്റ് ഇടപെട്ട് EMS ഭരണ സമയത്ത് AKG ആണ് കൂടുതൽ മുൻനിർത്തിയിട്ട് ചെയ്തത്. അങ്ങനെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഗണേശ് മംഗലാപുരം ഉള്ള വീടിയാണ്. അവരുമായിട്ട് അങ്ങനെ തൊഴിലാളികൾ സമരം ചെയ്തിട്ട് നേടിയെടുത്തതാണ് നമ്മളെ ദിനേശ് കണ്ണൂര്. ദിനേശിലെ പണി എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു ഗവൺമെന്റിന്റെ ഇതാണ്. പേരുകേട്ട പണിയല്ല. പണ്ടെല്ലാം പറഞ്ഞാൽ ഒരു പെണ്ണന്വേഷിച്ച് പോകുമ്പോ എല്ലാം ദിനേശിലാന്ന് പറയുമ്പോ ആക്കൊരു മതിപ്പാണ്. പുകയില കൊണ്ടുവന്നിട്ട് അരിക്കും തോന്നുന്നു. അരിച്ചിട്ട് നമുക്ക് ഈ ബ്രാഞ്ചുകളിൽ എത്തിക്കും, ചാക്കിൽ ആയിട്ട്. അതുപോലെ തന്നെ ഇലയും വരുന്നത് ചാക്കിന് നിറച്ചിട്ട്. അത് എന്നിട്ട് ബ്രാഞ്ചിൽ നിന്ന് ഉണക്കിയിട്ടാണ് തൊഴിലാളിക്ക് കൊടുത്തിട്ട് തിരക്കുന്നത്. പ്രൈമറി ഉണക്കണം, ഓരോ പ്രൈമറിയും. എന്നിട്ട് അവിടുന്ന് അവർ തിരക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മേസ്ത്രി ഉണ്ടാകാം. മേസ്ത്രിയാണ് ഇലയും പുകയിലയും കൊടുത്തിട്ട് തൊഴിലാളിക്ക് കൊടുത്തിട്ട് അവർ തിരക്കുന്നത്. രാവിലെ മേസ്ത്രി വന്ന് കമ്പനി തുറന്ന് ബ്രാഞ്ചിലെത്തിക്കഴിഞ്ഞാൽ തൊഴിലാളി വന്നിട്ടാകുമ്പോൾ തൊഴിലാളിക്ക് ഇല കൊടുത്ത് പുകയില കൊടുത്ത് അവരത് മുറിച്ച് കഴിഞ്ഞാൽ നനച്ചിട്ട് ഇല പദം വരുത്തിയിട്ടാണ് തിരക്കുക. അത് തിരച്ച് അന്ന് വൈകുന്നേരം വരെ തിരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിറ്റേന്ന് രാവിലെ വന്നിട്ടാകുമ്പോഴാണ് മേസ്ത്രി എണ്ണ എടുക്കുക. ഓരോ തൊഴിലാളി തിരച്ച ബീഡിയും എണ്ണ എടുത്ത് അത് സ്റ്റേറ്റ്മെന്റ് ഓഫീസിൽ എത്തിക്കണം മേസ്ത്രി. അന്ന് എണ്ണ എടുത്ത വീടി അത് നമ്മൾ ചായക്ക് ഇടയ്ക്ക് എത്തിക്കണം. ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെ ലേബൽ സെക്ഷൻ. അവിടെ എത്തിക്കണം. അവിടെ നിന്നാണ് വീടി തട്ടിൽ ചായച്ച് കൂട്ടിൽ വെച്ച് ഉണക്കി പിറ്റേന്ന് രാവിലെയാണ് ലേബിൾ ചെയ്യുക. ലേബിൾ ചെയ്തതിന് ശേഷം പിറ്റേന്ന് എണ്ണം കൊടുത്തിട്ട് നമ്മളെ കണക്ക് ഓഫീസിൽ എത്തിക്കണം. ലേബിൾ സെക്ഷനിൽ നമ്മളെടുക്കുന്ന പോകുന്നത് സെൻട്രൽ സൊസൈറ്റിക്കാണ്. അവിടെ നിന്നാണ് അവർ സെയിൽ ചെയ്യല്. അത് കേരളത്തിന് പുറത്തും പോകുന്നതുണ്ട്. ഒരു ദിവസം നമുക്കൊരു DA ഉണ്ട്. ഇത്ര പണിയെടുത്ത് കഴിഞ്ഞാൽ ഇത്ര DA എന്നുള്ള കണക്ക്. 125 പാക്ക് വേണം. ഇങ്ങനത്തെ 20 എണ്ണം എടുത്തിട്ട് ഒരു പാക്കാക്കും. ആ പാക്ക് 125 പാക്ക് വേണം. 270 റുപ്യ കൂലിയും 105 റുപ്യ DA ആണ്. അങ്ങനെയാണ് കൂട്ടിത്തരുന്നത്. ആ 125 പാക്ക് ആയിട്ടില്ലെങ്കിൽ ആ DA കിട്ടൂല. 105 റുപ്യ കിട്ടൂല. അതുകൊണ്ട് 125 പാക്ക് തന്നെ വേണം. നമുക്ക് കണക്കുണ്ട്. നമുക്ക് 125 പാക്ക് കഴിച്ചു കഴിഞ്ഞാലും ബാക്കി എത്ര വീടി വരുന്നോ അത്രയും നമ്മൾ എടുത്ത് തീർക്കും. നമുക്കത് എണ്ണം കൊടുക്കേണ്ടതാണ് ഓഫീസിലേക്ക്. നമുക്ക് ബുക്കുണ്ട്, അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ബ്രാഞ്ചുകളിൽ സ്റ്റേറ്റ്മെന്റ്, ദിവസമുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഓഫീസിലേക്ക് കൊടുത്തയക്കും. ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഇവർ കൂലി
കൂട്ടുന്നത്. ഓരോ തൊഴിലാളീൻ്റെ കണക്കും ആഴ്ചക്ക് ഒരു ദിവസമാണ് നമ്മളെ വീഡിയോ എല്ലാം എഴുതൽ ദിവസം എഴുതും. കൂട്ടിയിട്ട് കൊണ്ടുവന്നത് ആഴ്ചക്ക് ഒരു ദിവസമാണ്. അത് വ്യാഴാഴ്ച കൊണ്ടുപോകും, ശനിയാഴ്ച കൂലി തരും. അപ്പം ഒരാഴ്ച പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൂലിയാണ് തരുക. സെൻറ്ററിൽ നിന്നാണ് നമുക്ക് കൂലിയെല്ലാം തരേണ്ടത് അവരാണ്. അവർ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇവിടുത്തെ ഓഫീസിൽ നിന്നാണ് നമുക്ക് തൊഴിലാളിക്ക് കൂലി തരുന്നത്. നമുക്ക് 14 ലീവുണ്ട്. 14 ലീവുണ്ട്. അത് നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് 6 ദിവസം പണിയെടുത്ത 7 ദിവസം കൂലി. ഞായറാഴ്ച സൺഡേ വേജസ് ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. റിപ്റ്റ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, PF ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം പിരിഞ്ഞു കഴിഞ്ഞാൽ 2 പെൻഷൻ ഉണ്ട്, PFൻ്റെ പെൻഷനും ക്ഷേമനിധി പെൻഷനും. നമുക്ക് ഒരു സൗകര്യങ്ങളുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലീവ് ചോദിച്ചിട്ട് 2 മണിക്കൂർ ലീവ് കിട്ടും. ആ ലീവ് കൊടുത്തിട്ട് എഴുതി കൊടുത്തിട്ട് പോയിട്ട് വരാം, എന്നിട്ട് ജോലി ചെയ്യാം. വീടിക്ക് പുകയിലൊക്കെ മാറ്റമുണ്ട്. വീട് ഇപ്പം 2 തരമുണ്ട്. വീട് ഇപ്പോൾ ഉള്ളത് ഹിന്ദി വീഡിയോ, അത് ഇന്നേക്ക് തീർന്ന്. ഈ വീഡിയോ ഇന്നേക്ക് തീർന്ന്. ഇതിന് ബദലിപ്പോൾ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. അത് നാളെ മുതൽ വീട്ടിൽ വെക്കും. നമുക്ക് വീഡിയോ മാറി വരുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനനുസരിച്ചിട്ടാണ്. ഇതിപ്പം ചിലവില്ലെങ്കിൽ വേറെ വീഡിയോ വരും. നമുക്കിപ്പോൾ അതാണ് ഇതിന് കുറച്ച് ചിലവ് കുറവാന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ സ്പെഷ്യൽ വീഡിയോ വന്നിട്ടുള്ളത്. അതിനിപ്പോൾ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ മാർക്കറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് പണി വരുന്നത്. ഇതിപ്പോൾ ഹിന്ദി വീഡിയോ ആയതുകൊണ്ട് ഹിന്ദി വീഡിയോക്ക് കുറച്ച് നല്ലോണം സ്ട്രോങ് ഉണ്ട്. വേറെ ഡീലക്സിൻ്റെത് വേറെ വരുന്നുണ്ട്. ഡീലക്സിൻ്റെ സാധനം ഇതാണ്. ഇതാണ് ഡീലക്സ് വരുന്നത്, ഈ സാധനം. നമ്മൾ ഈ പണി കണ്ടത് വീടുകളിൽ നിന്ന് തിരക്കുന്നതാണ്. പിന്നെ ഇതിനെ കണ്ടത് ഞാൻ ബ്രാഞ്ചിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കുള്ളത് കാണുന്നത്. ആ സ്ഥലത്ത് എത്തിയാലാണ് ശരിക്കുള്ള ഇത് കാണുന്നത്. അന്നേരം തന്നെ ഒരു അത്ഭുതമാണ് നമുക്ക് ആ ഒരു സ്ഥലവും. അന്നേരമാണ് വിചാരിച്ചത് നമ്മൾ നല്ലൊരു സ്ഥലത്താണ് എത്തിയത് എന്ന് തോന്നും. അന്നേരം നല്ല സന്തോഷമുള്ള സമയമല്ലേ, ചെറിയ പ്രായം ഇങ്ങനെ ഒരു പണി കിട്ടിയാൽ എടുക്കാം. നല്ല പിന്നെ കൂടുതലും നമ്മളെ വിഷമങ്ങളാണ് ഇതിലേക്ക്. നമ്മളെ മുമ്പെല്ലാം ജീവിതം ഇതിൽ തന്നെയാണ് നേടിയത്. നമ്മളെല്ലാം നേടിയതേ ഉള്ളൂ. നമ്മളെ വീടിന്റെ പണി നമ്മൾ രണ്ടാളും കൂടി ആണെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ട് കാര്യമുള്ളത് തന്നെയാണ്. എന്നുവെച്ചാൽ അവര് ചെയ്യുമ്പോൾ ഞാനും ചെയ്യും. ഭർത്താവ് അവരും ഇത് തന്നെയാണ് പണിയെടുത്തത്. ദിനേശില് തിരക്കല് അത് വിട്ടിട്ട് നെയ്ത്തിന് പോയി. ഇപ്പം പിന്നെ പ്രായമായിട്ട് വെറുതെ നിൽക്കുന്നതായിട്ട് ആർന്ന് ഒരു പീടിയെന്ന് വിളിച്ചിട്ട് പീടിയെ പോകുന്നുണ്ട്. അപ്പൊ മുമ്പേ സമയത്തെല്ലാം വീടെടുക്കുന്ന സമയത്തെല്ലാം ഒരു ദിനേശ് തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി വീടെടുത്ത് പിന്നെ നമ്മളെ ജീവിതം ഒന്നും ഒരു കഴിവില്ലാണ്ട് മുമ്പോട്ട് പോയി. അത്രയേ ഉള്ളൂ. സ്ത്രീകൾ കൂടുതലായിട്ട് ഇപ്പം സ്ത്രീകളെ ഉള്ളൂ. നമുക്കിവിടെ ഈ ബ്രാഞ്ചിൽ ഒരു ആണുങ്ങളേ ഉള്ളൂ, ബാക്കിയുള്ള സ്ത്രീകളാണ്. അതുപോലെ മറ്റേ ബ്രാഞ്ചിലുള്ള പുതിയതിലുള്ള ബ്രാഞ്ചിൽ ആണുങ്ങളില്ല. ഇപ്പം ബ്രാഞ്ചില് 10, 20, 30 കീഴാൻ തോന്നുന്നു സ്ത്രീകളുള്ളൂ. നമുക്കിവിടെ എല്ലാ പ്രൈമറിയും കൂടി 30 സ്ത്രീകളോടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിവിടെ വന്നതിന് ശേഷം. നമുക്ക് മുമ്പേ ചെറുക്കലുള്ള സമയത്ത് തന്നെ 32 ലേബർ തൊഴിലാളിയാണ്, സ്ത്രീകൾ മാത്രം ലേബർ തൊഴിലാളികൾ. അപ്പം നമുക്കെന്നും രാവിലെ വരാനും പോകാനും ഈ ഒരു ജോലി ഉള്ളത് കൊണ്ടാണ്. എവിടെ പോകുന്നു ചോദിച്ചാൽ പണിക്ക് പോകുന്നു. എവിടെയാണെന്ന് ഈ ദിനേശില് നമ്മൾ കുടുംബം തന്നെ. നമ്മൾ ഉറങ്ങാനല്ലേ വീട്ടിൽ പോകുന്നുള്ളൂ, ബാക്കി തേച്ചുകൂടിയല്ലേ. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാല് എന്തെന്നുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സങ്കടം കുറെ പോയി. സന്തോഷമായാലും സങ്കടമായാലും ആ പറഞ്ഞാലേ സമാധാനം. വീട്ടിലിരിക്കുന്നതും പുറത്തു വരുന്നതുമായിട്ട്
കുറേ വ്യത്യാസങ്ങളുണ്ട്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആളുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ഇത് കൂടുതലായിട്ട് ആളുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ ഈ സ്ഥാപനങ്ങളിൽ വന്നാൽ തന്നെയുള്ള ബന്ധങ്ങളും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഉള്ള വഴിക്ക് വെച്ചിട്ടുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട്. അതെല്ലാം ഇതുകൊണ്ടാണെന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് അനുഭവങ്ങളെല്ലാം. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അന്നൊന്നും നമ്മൾ പേപ്പർ വാങ്ങിക്കൂല, ഒരു ഫോണില്ല. ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലൊരു റേഡിയോ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് കൂടുതലായിട്ടുണ്ട് ധൈര്യം. നമ്മൾ സ്ഥിരം പുറത്തിറങ്ങിയിട്ടുള്ള ധൈര്യം. ഇപ്പൊ വേഗം ഇരുടാകുന്ന സമയത്ത് നമ്മളിപ്പോ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ വെളിയുണ്ടാവില്ലല്ലോ. അങ്ങനെയെല്ലാം പോകാനുള്ള നല്ല ധൈര്യം, ആ ഒരു പോക്ക് വരവുള്ളതുകൊണ്ടാണ് ആ ധൈര്യം കിട്ടിയത്. സ്ത്രീകൾക്ക് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരോടും കൈനീട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊരു ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോ ഈ ജോലി എടുത്തത് കൊണ്ട് നമുക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല. കാരണം 2 പെൻഷൻ ഉള്ളത് കൊണ്ട് ഒന്നുമില്ലെങ്കിൽ ആ ഒരു വരുമാനം ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. ജോലി എടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതൊക്കെ അന്ന് ഇന്നും എല്ലാം സന്തോഷമേ ഉള്ളൂ. അതൊക്കെ അഭിമാനമാണ് ദിനേശിലാന്ന് പറയാൻ. ഞാൻ ഇന്നും പറയലുണ്ട്. ആര് ചോദിച്ചാലും പറയും ഞാൻ ദിനേശിലാണ്, ഞാൻ ലേബലിംഗ് ചെയ്യുന്നതാണ്. പുതിയ തലമുറ വരാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പോ പുതിയ ആളെ എടുത്താലല്ലേ പുതിയ തലമുറ ഈ പണി പഠിക്കൂല്ല, അവർക്ക് ആവൂല്ല. കാരണം ഇപ്പൊ ഉള്ള കുട്ടികളെല്ലാം പഠിച്ചു വരുന്നവരാണ്. മുമ്പത്തെ പോലെ വിദ്യാഭ്യാസം കുറവുള്ളവരല്ല. ഇപ്പൊ എല്ലാം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഈ വിഭാഗത്തിൽ വരാൻ സാധ്യതയില്ല. തൊഴിലില്ലല്ലോ. തൊഴിൽ 5 കൊല്ലം കൊണ്ട് നിൽക്കുന്നതല്ലേ, 5-6 കൊല്ലം കൊണ്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ തൊഴിലാളി ഏകദേശം പ്രായമായില്ലേ. ആള് വരാനെല്ലാം ഉണ്ടാവും, വരാണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ എടുക്കുന്നില്ല. പുകവലിക്ക് നിരോധനം വന്നില്ലേ, അതുകൊണ്ട് കുറച്ച് നിരോധനം വന്നതിന് ശേഷമാണ് ഇത് കുറച്ച് ഇതിങ്ങനെ ആയിപ്പോയി. നമ്മളെ ഗവൺമെന്റ് വന്നിട്ടാണ് പിന്നെയും പിടിച്ച് നിൽക്കുന്നത്. സിഗരറ്റ് മാത്രല്ല, ഇപ്പം കവിളിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പൊ അതിലേ ആക്ക് വേണ്ടു. സിഗരറ്റിനാക്കാണെങ്കിൽ കൂടുതൽ അതിലേ ചിലവാകുന്നു. ഇപ്പൊ ആള് ചോദിക്കുന്നുണ്ട്, ദിനേശിലാ പോകുന്ന പറയുമ്പോൾ ചോദിക്കും ഇപ്പവും പണിയുണ്ടാ? ഞാൻ പറഞ്ഞ ഇപ്പം ഉണ്ടല്ലോ, എല്ലാം രാവിലെ എടുത്തു പോയി എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ആള്. നമ്മള് പറഞ്ഞു എടുത്തിട്ടൊന്നുമില്ലപ്പാ, പണി ഇപ്പവും നടക്കുന്നുണ്ട്, നമ്മളിപ്പവും അതിനെ തിന്നുന്നത്. എന്താ ചോദിക്കും വീഡിയോ തിന്നുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ അല്ല, അതിന് പണി വന്നിട്ടുള്ള പൈസ തിന്നുന്നത്.